കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പോലീസുകാർ പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുക്കുമോ എന്നാണ് KV അബ്ദുൽ ഖാദർ ചോദിക്കുന്നത്. മദ്യപാന സംഘത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു സുജിത് VS എന്നും തുടർന്നാണ് പോലീസിന്റെ നടപടി ഉണ്ടായതെന്നും KV അബ്ദുൽ ഖാദർ പറയുന്നു. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഒരു കാണിപ്പയ്യൂർ തെരുവിൽ മദ്യപിച്ച് വീട്ടമ്മമാർക്ക് ബഹളം കുഴപ്പമുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ 4 അംഗ മദ്യപ സംഘത്തെ അവിടുത്തെ പോലീസ് അവർ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ച് ജീപ്പിൽ കയറ്റി. ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചിറക്കി. SI സ്വാഭാവികമായിട്ടും ചെറുത്തു. SIയുടെ വാച്ച് നഷ്ടപ്പെട്ടു. പോലീസിനെ അടിച്ചു. അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു. കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ച കാര്യമാണ്. അത് മാത്രമല്ല 11 കേസിലെ പ്രതിയാണ് ഇയാൾ. 11 കേസിലെ പ്രതിയാണ്. പോലീസിനെ തല്ലിയതുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതി. സൂരജ് സജിയാണ് വാർത്തയുടെ സൂരജ്, ഇപ്പോൾ അത്രയും ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ KV അബ്ദുൽ ഖാദർ കാണാത്തതാവില്ല. ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത ഒരു കേസ് കൂടിയാണല്ലോ. അപ്പോൾ അതിൽ പോലീസുകാർ കൊണ്ടുപോയി ബിരിയാണി മേടിച്ചു കൊടുക്കുമോ? സാധാരണ ഇതിൽ KV അബ്ദുൽ ഖാദർ കുറച്ച് സെൻസിബിളായി സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. എന്തു പറ്റി KVക്ക് സൂരജ്? ഹാഷ്മി, ഈ പലപ്പോഴും ജയിലിനകത്തെ മർദ്ദനമൊക്കെ വലിയ വീരസാഹസിക കഥകളായി എപ്പോഴും ഓർത്തെടുത്ത് പറയുന്ന ആളുകളാണ് CPM, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം. അത് ജയിലിനകത്തുള്ള മർദ്ദനമാകട്ടെ, ഈ നടുറോഡിലുള്ള പോരാട്ടമാകട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാം ഓർത്തെടുത്ത് അതെല്ലാം വളർന്നു വരുന്ന തലമുറകൾ ആവേശപൂർവ്വം ഏറ്റെടുക്കണമെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ തന്നെ ഇത്തരത്തിൽ ഈ കസ്റ്റഡി മർദ്ദനത്തെയൊക്കെ ന്യായീകരിക്കുന്ന തരത്തിൽ പ്രതികരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നലെ തൃശ്ശൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. ഈ സുജിത്തിനെതിരെ 11 കേസുകളുണ്ട് എന്നുള്ളതാണ് അതിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഹാഷ്മി, വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് സെക്രട്ടറിക്ക് പോലും മിനിമം SFIയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിലെ യൂണിറ്റ് സെക്രട്ടറിയുടെ കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും അതിൽ ഈ വധശ്രമ കേസ് അടക്കം ഉൾപ്പെട്ടുകൊണ്ട് എടുക്കുകയാണെങ്കിൽ പോലും ഒരു 10ലധികം കേസ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് പോലും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് 11 കേസുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോലീസിനെ ന്യായീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമരം ചെയ്തിട്ടല്ല ഈ സുജിത്ത് ജയിലിലേക്ക് പോയത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ബിരിയാണി വാങ്ങിക്കൊടുക്കണം. അത്തരത്തിൽ രൂക്ഷമായ അധിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ജയിലിനകത്തുണ്ടായ ഈ സ്റ്റേഷനകത്തുണ്ടായ മർദ്ദനം അത് മലയാളികൾ ഒന്നടങ്കം, അത് ഇടതുപക്ഷ സഹയാത്രികരെ അടക്കം ഉള്ളുലച്ച സംഭവമാണ്. എത്രമാത്രം ദാരുണമായ ആക്രമണമാണ് അതിനകത്തുണ്ടായത് എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും പോലീസിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് CPMന്റെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി മാറുന്നു എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ച് ഇത് സർക്കാരിനെ മാത്രമല്ല തൃശ്ശൂരിൽ CPMനെ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ കാര്യം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറിക്ക് പോലും ഇത്തരത്തിൽ ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത്. ഇന്നലെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അതിന് പിന്നാലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഒരു തരത്തിൽ ഈ കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ്. സങ്കടകരമാണ്, കഷ്ടമാണ്, സങ്കടകരമാണ് എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങൾ മനുഷ്യരായി പറഞ്ഞ ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളല്ലാന്നേ. അത്രമാത്രം ക്രൂരമായ മർദ്ദനമാണ്. ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ മധ്യമ സംഘത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുജിത്ത് ഒരു മേൽശാന്തിയാണ്. മേൽശാന്തിമാരെല്ലാവരും നല്ല ആൾക്കാരാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ ഇയാൾ ഈ ഒരു മേൽശാന്തിയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യപിക്കാത്ത ആളാണ് ഞാൻ എന്ന് നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ അദ്ദേഹം ആണയിടുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാരെല്ലാം അത് പറയുന്നുമുണ്ട്. അങ്ങനെ മാത്രമല്ല മദ്യപിച്ചു എന്ന കള്ളക്കേസ് പോലീസ് ചുമത്തിയതാണ്. കോടതിയിൽ ഹാജരാക്കിയപ്പോഴേക്കും മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അയാളെ മദ്യപ സംഘത്തിൻ്റെ ആളെന്നൊക്കെ പറയല്ലേ? തെറ്റാണ്, അതൊക്കെ തെറ്റാണ്. മാത്രമല്ല ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടി കണ്ടിട്ട് ബിരിയാണി മേടിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കല്ലേ? അതൊക്കെ ന്യായീകരിക്കലാണ്. അതൊന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്ന വർത്താനമല്ല. സാധാരണ KV അബ്ദുൽ ഖാദർ അങ്ങൊന്നും പറയുന്ന ആളല്ല. എനിക്ക് എന്തോ പറ്റുന്ന അറിയില്ല. പോട്ടെ. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ ഈ വിഷയമൊക്കെ വരാൻ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അവനവൻ തന്നെ കുടുങ്ങും എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.